സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നാണ്. വിജയലക്ഷ്മിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം എല്ലാം കാണാറുണ്ടെന്നും വളരെ നല്ലൊരു വഴികാട്ടിയാണ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കത്ത് അയച്ചിരിക്കുന്നത്, ഞങ്ങൾ ഒരു വീട് പണി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല. ലോൺ എടുത്താണ് പണി തുടങ്ങിയത്. ലോൺ അടവും ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നു. എന്നത്തേക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയും? എന്താണ് ഇതിൻ്റെ തടസ്സമെന്നാണ് വിജയലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ആളല്ലേ വിളിക്കുകയും കൂടെ ചെയ്തിരുന്ന കത്ത് വായിക്കണം എന്നാണ്. ചിലർക്ക് ടി വി വഴി വന്നെങ്കിലേ അതിൻ്റെ ഒരു സമാധാനം ഉള്ളൂ. കാരണം വരുന്ന കത്തുകളെല്ലാം നമുക്ക് ഫോണിൽ കൂടെ മറുപടി പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സമാനമായിട്ടുള്ള അവസ്ഥകളുള്ളവർക്ക് അത് ചെയ്യാം. നമ്മൾ വസ്തു ദോഷം ഉണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത്. വസ്തുദോഷം എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കിലല്ല. അതായത് നമ്മൾ വസ്തു വാങ്ങുന്നതിന് മുമ്പ്, വാങ്ങി അക്കടി പറ്റുന്നതിന് മുമ്പ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. മണ്ണും പെണ്ണും പൊന്നും മൂന്നും നല്ലോണം ആലോചിച്ച് സെലക്ട് ചെയ്ത് 10 പേരോട് ചോദിച്ച് ഒക്കെ രംഗത്തേക്ക് വന്നാൽ കുഴപ്പമില്ല. അതിൽ പ്രധാനപ്പെട്ടത് വസ്തുവാണ്. വസ്തു വൃത്തം എന്ന് വെച്ചാൽ വട്ടത്തിലുള്ളത്, അണ്ഡാകൃതി മുട്ടയുടെ ആകൃതിയുള്ളത്. അപ്പോൾ വൃത്തം, അണ്ഡാകൃതി. ട്രയാങ്കിൾ മുക്കോൺ. ഷഷ്ടകോൺ എന്ന് പറഞ്ഞാൽ 6 കോണുള്ളത്. അഷ്ടമകോൺ 8 കോണുള്ളത്. ദ്വാദശകോൺ 12 കോണുള്ളത്. വഴിമുട്ട് വരുന്ന വസ്തുക്കൾ. അതുപോലെ ശ്മശാന ഭൂമി, മദ്യാലയം ഉണ്ടായിരുന്ന സ്ഥലം, ഷാപ്പ്, ബ്രാൻഡിക്കട, പട്ടക്കടയൊക്കെ ഉണ്ടായിരുന്ന, അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്മശാന ഭൂമിയും മദ്യാലയവും, ദേവാലയങ്ങൾ, ഉഗ്രമൂർത്തികളുടെ ദേവാലയം, അതുപോലെ തന്നെ കലാലയം, ചൂതാട്ട കേന്ദ്രങ്ങൾ, വെള്ളം ഒഴുകി വന്ന് തളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, ചുറ്റും ഉയർന്ന ബിൽഡിങ് തീർന്നതിന് ശേഷം അതിന് നടുവിൽ പണിയാൻ പോകുന്ന വസ്തു, അത് ഉയരത്തില്ല. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ മധ്യഭാഗം കുഴിഞ്ഞിരിക്കുക. വസ്തു മാന്തി കഴിയുമ്പം തലയോട്ടി മുതലായതൊക്കെ കിട്ടുക. മലയോരം, കടലോരം, പുഴയോരം, കായലോരം, ഇതിൻ്റെ ഓരം, അതായത് താഴ്വര അല്ലെങ്കിൽ കടലിൻ്റെ അടുക്കൽ, കായലിൻ്റെ അടുക്കൽ, പുഴയുടെ തൊട്ടടുക്കൽ, തിരവന്ന് കയറത്തക്ക നിലയിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള വസ്തുക്കൾ. അതുപോലെ തന്നെ ശാപഭൂമി, പ്രാക്കു മേടിച്ച് തട്ടിപ്പറച്ചെടുത്ത ഭൂമികൾ, കന്യാശാപഭൂമി, ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിവതും വാങ്ങാതിരുന്ന് കഴിയുമ്പോൾ പിന്നെ വേറെ അത് കഴിഞ്ഞിട്ടുള്ള പോംവഴികൾ നോക്കിയാൽ മതി. ഇത് വീട് പണിക്ക് മാത്രമല്ല, ഒരു കടയ്ക്കാണെങ്കിലും മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും ഇങ്ങനെയുള്ളതാണോ എന്ന് അതിനെപ്പറ്റി ഒരു പരക്കത്തെരച്ചിൽ എന്ന് വെച്ചാൽ ചുറ്റും ആളുകളോട് ചോദിക്കണം എന്നല്ല, അതിൻ്റെ ആധാരം, മുന്നാധാരം, ഇൻകം ബ്രാഞ്ച്, സൈറ്റ് ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ നോക്കുകയും പരിസരങ്ങളിൽ പ്രായത്തിനവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ പൊങ്ങി വരും. അതുപോലെ തന്നെ ശിക്ഷണ കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ, പഴയ കാലത്ത് ഈ തൂക്കിക്കൊല്ലുകയും ചാട്ടവാറിനെ അടിക്കുകയും ഒക്കെ ചെയ്യുകയും, വസ്ത്രാക്ഷേപം, ഗളച്ഛേദം, കരച്ഛേദം ഒക്കെ ഉണ്ടായിരുന്നത് അവിടുന്ന് കണ്ണീരോടുകൂടി കുറ്റം ചെയ്തവരാണല്ലോ അല്ലെങ്കിലും മനപ്രാക്കോട് കൂടി വന്ന് ആ മണ്ണ്, ഇത്തരം കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുക. ഇത് വൃത്തം ആയ വസ്തുവായതുകൊണ്ട് വൃത്തത്തിൽ ഉള്ള മുറികളും വൃത്തത്തിലുള്ള വസ്തുക്കളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയെന്നാണ്. ഏതെങ്കിലും വീടിന് മുറികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വൃത്തത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക. അവിടെ എടുക്കുന്ന ഒരു തീരുമാനം പോലും അപ്രത്യക്ഷമായി കോലാഹലങ്ങളിൽപ്പെടും. അതിനുവേണ്ടി പണം മുടക്കിയാൽ 100 കൂട്ടം പണച്ചിലവ്, അതിൻ്റെ പിന്നാലെ തർക്കവും കേസും വഴക്കും വക്കാണവും കത്തിക്കുത്തും ബഹളവും അപഖ്യാതിയും ഒടുക്കം അത് ശുഭകരമായിട്ട് തീരത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 10-18 കാര്യങ്ങൾ അനുസരിച്ചുള്ള വസ്തു നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കഴിവതും സമയദിനമോ ദീർഘയദിനമോ ഉള്ള വസ്തുക്കൾ ആയിട്ട് കിട്ടുന്നതും, അമ്പലം, പള്ളി, ശ്മശാനഭൂമി,
ഇറച്ചിവെട്ട് സ്ഥലം, മത്സ്യബന്ധന സ്ഥലം, മത്സ്യം വിൽക്കുന്ന സ്ഥലം, ചൂതാട്ട സ്ഥലം, മദ്യപാന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കലാലയം, ദേവാലയം, മദ്യാലയം, അതുപോലെ മുക്കോൺ വഴിയുള്ള സ്ഥലങ്ങൾ, ട്രയാങ്കിളായ സ്ഥലങ്ങൾ, വൃത്തം, ഗോളകം, ഇങ്ങനെയുള്ള വസ്തുക്കൾ, ഷഷ്ടകോൺ, അഷ്ടമകോൺ, ദ്വാദശകോൺ, അതുപോലെ മ്ലേച്ഛ ഭൂമികൾ, കഴിവതും ഒരു ഭൂമിയുണ്ട് അതിൽ പശുക്കളെയോ പക്ഷികളെയൊക്കെ നിർത്തി അത് പുല്ല് തിന്നുകയും ചാണകം കാഷ്ടിക്കുകയും ഗോമൂത്രം വിസർജിക്കുകയും അതുപോലെ തന്നെ മേയുകയും പക്ഷികളാണ് കളകളാശബ്ദത്തോടു കൂടി അവിടെയൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്താൽ അത് നല്ല ഭൂമിയാണ്, അവിടെ മനുഷ്യന് വസിക്കാം. ഇങ്ങനെയുള്ള ഒന്ന് സെലക്ട് ചെയ്യുക. വലിയ വലിയ സിറ്റികളിൽ ഇപ്പം കളകളാശബ്ദത്തോടു കൂടിയുള്ള പക്ഷികളും കന്നുകാലികളെയും കൊണ്ട് നിർത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ്. കുടുംബസമേതം ഭാര്യ, ഭർത്ത്, കുഞ്ഞുകുട്ടി പരാധീനമായ വീട്ടിൽ അലങ്കാരം, പൊണ്ടാട്ടിയും മക്കളും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ജീവിതത്തിലാണ് ഇത് ബാധകം. ഒരു ലോഡ്ജ് പോലെ ഒരു ദിവസമോ ഒരാഴ്ച താമസിക്കുന്നതിനോ ഒരു മാസം വരെ താമസിക്കുന്നതിനോ ഒന്നും ഈ കണക്ക് ബാധകമല്ല. ഇപ്രകാരം നോക്കി അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരങ്ങളൊക്കെ പ്രശ്നബുദ്ധിയെടുത്ത് സമയചതുരത്തിലാക്കി അല്ലെങ്കിൽ ദീർഘചതുരത്തിലാക്കി ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമേശാനൻ, അഷ്ടദിക് പരിപാലപാലകരെയൊക്കെ നോക്കി ചുറ്റോടിയുള്ള ബിൽഡിങ്ങുകളുടെ കോൺ കെട്ടുന്നുണ്ടോ, മധ്യകോൺ കെട്ടുന്നുണ്ടോ, യമകോൺ കെട്ടുന്നുണ്ടോ, ഇന്ദ്രകോൺ കെട്ടുന്നുണ്ടോ, ബ്രഹ്മസൂത്രം മറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കി അങ്ങ് പണിയാമെങ്കിൽ നന്നായിരിക്കും.